പെരുമഴപ്പെയ്ത്തും ദുരിതത്തിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. വടക്കൻ കേരളത്തിൽ പരക്കെ മഴ, 4ഇടത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയേക്കും. വടക്കൻ കേരളത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വലിയ ശക്തമായ മഴയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ്. കോഴിക്കോട് കോട്ടുളിയിൽ ഒരു വീടിന് മുകളിലേക്ക് മതിൽ തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായി. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെടുന്നത്. മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിരുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തും മാനാഞ്ചിറ പരിസരത്തുമെല്ലാം അതിരൂക്ഷമായ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടിരുന്നു. കണ്ണൂരിൽ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി മഴയിൽ ഇത്തിരി ശമനമുണ്ടെങ്കിലും കണ്ണൂരിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും കണ്ണൂരിൽ മഴ തുടരുകയാണ്. കണ്ണൂരും ഇത് കോഴിക്കോട് പോലെ ഒരു വീടിന് മുകളിലേക്ക് മതിൽ തകർന്നു വീണിരുന്നു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിന്റെ ഭാഗവും മഴയുടെ അതിശക്തമായ മഴയുടെ ഭാഗമായി പൊളിഞ്ഞു വീണു എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കാസർഗോഡ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിലും കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ സർവീസ് റോഡ് തകർന്നിട്ടുണ്ട്. വിവിധ ദേശീയപാതയിൽ വെള്ളക്കെട്ടും അതിരൂക്ഷമാണ്. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ അതിശക്തമായ മഴ ലഭിക്കുന്നില്ലെങ്കിൽ പോലും വിനോദസഞ്ചാരികൾക്ക് വലിയൊരു മുന്നറിയിപ്പുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പലയിടത്തേക്കും പോകുന്നതിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നിരോധനം എന്നാണ് മനസ്സിലാക്കുന്നത്. എടക്കൽ ഗുഹയിൽ ഉൾപ്പെടെ കുർവാ ദ്വീപിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ഈ സാഹസികമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മലപ്പുറത്തും ഇത്തരത്തിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങൾ ഉള്ളതിനാൽ കടുത്ത ജാഗ്രതയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിവിധ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ്. ഒരുപക്ഷെ രാത്രിക്ക് ശേഷം മഴ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.